നമ്മുടെ വീഡിയോയുടെ ഹെഡിങ് കഴിഞ്ഞ Q2 റിസൾട്ട് വന്ന Q3 ക്വാർട്ടറിൽ Q2 റിസൾട്ട് മോശമായതിൻ്റെ പുറത്ത് വീണുപോയ 5 ക്വാളിറ്റി സ്റ്റോക്സാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീഡിയോ ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഇത് ഒരു ലേണിംഗ് ഇൻപുട്ടായിട്ട് മാത്രം എടുത്താൽ മതി. ക്വാർട്ടർലി റിസൾട്ട് നല്ലതാകുമ്പോൾ സ്റ്റോക്കുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ക്വാർട്ടർലി റിസൾട്ട് മോശമാകുമ്പോൾ സ്റ്റോക്കുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഈ രണ്ട് ഡിഫറൻസസും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ട്രേഡിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫണ്ട് അനാലിസിസ് ആണ്. ഫണ്ട് അനാലിസിസ്, അതിൻ്റെ തല വാല്യുവേഷൻ അനാലിസിസ്, അതിൻ്റെ തല സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ കൂടുതലാണോ കുറവാണോ എന്നുള്ള മനസ്സിലാക്കാനുള്ള നമ്മുടെ നോളജ്, ക്യാഷ് ഫ്ലോ, ക്വാർട്ടർലി അനാലിസിസ്, ഇയർ ഓൺ ഇയർ അനാലിസിസ് ക്വാർട്ടർലിയിൽ തന്നെ, അതുപോലെ തന്നെ സ്വീക്വൻഷ്യൽ അനാലിസിസ്, EPS, P&L അക്കൗണ്ട്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാര്യം ഇതൊക്കെയാണ് സ്റ്റോക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ അല്ല പിന്നോട്ടുള്ള പ്രയാണത്തിനെ ബേസിക്കലി ബാധിക്കുന്ന കാര്യം. ഒരു ന്യൂസ് കൊണ്ട് 1, 2, 3 ദിവസം നമുക്ക് പ്രൈസിനെ കയറ്റാൻ സാധിക്കും, അല്ല പ്രൈസിനെ ഇറക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും പഴയ ലെവലിലേക്ക് വരും. ക്വാർട്ടർലി അനാലിസിസിൻ്റെ ഇവാലുവേഷൻ നിങ്ങളുടെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. നല്ല ശോന ആൾക്കാരും പെട്ടിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫണ്ടേക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. ക്വാർട്ടർലി അനാലിസിസ് എങ്ങനെ അനലൈസ് ചെയ്യണമെന്നുള്ള അറിവില്ലായ്മയെക്കുറിച്ചാണ്. അതുകൊണ്ട് പാസ്റ്റ് മിസ്റ്റേക്സ് നമ്മൾ കറക്റ്റ് ചെയ്തേ മതിയാകും. എങ്കിൽ മാത്രമേ നമുക്കൊരു സ്മൂത്തായിട്ടുള്ളൊരു ജേർണി സ്റ്റോക്ക് ട്രേഡിങ്ങിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്റ്റോക്കിൻ്റെ പേരാണ് യുഫ്ലെക്സ്. യുഫ്ലെക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അത് മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് ഫ്ലെക്സിബിൾ പാക്കേജിംഗ് പ്രൊഡക്ട്സ് ആണ്. അത് ധാരാളം പാക്കേജിംഗ് സൊല്യൂഷൻ ഓഫർ ചെയ്യുന്നൊരു കമ്പനിയാണ് അക്രോസ് ഗ്ലോബ്. ആക്ച്വലി അത്രയ്ക്ക് വലിയൊരു കമ്പനിയാണ് യുഫ്ലെക്സ്. സ്മോൾ ക്യാപ്പ് ആണ്, പക്ഷേ ആ ഒരു സെഗ്മെന്റിൽ വലിയൊരു ലീഡറാണ് യുഫ്ലെക്സ്. നമുക്കതിൻ്റെ ഫണ്ടയിലേക്ക് കിടക്കാം. മാർക്കറ്റ് ക്യാപ്പ് 4000 കോടിയാണ്. സ്റ്റോക്കിന്റെ PE ജസ്റ്റ് 3.22 ഉള്ളൂ. ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് 14.1. ദാറ്റ് മീൻസ് ഇൻഡസ്ട്രി PE 5-1 ഉള്ളൂ. ക്ലോസ് ടു 1/5 ഉള്ളൂ സ്റ്റോക്കിന്റെ PE. എക്സലന്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, എക്സലന്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. വേറൊരു രസം കേൾക്കണം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 589 എന്ന് പറയുന്നത് ബുക്ക് വാല്യൂവിനെക്കാട്ടിലും താഴെയാണ്. ഇറ്റ്സ് ടെറിബിളി അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണ് ശരിക്കും. പക്ഷെ ഈ സ്റ്റോക്കിന്റെ പെർഫോമൻസ് Q3 വന്നപ്പോഴത്തേക്കും വളരെ ഫ്ലോപ്പ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇത്രയും ഫണ്ടാ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി കാഴ്ചവെച്ചത്. നോക്കൂ, ഡിസംബർ 2021 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വാസ് 608. മാർച്ച് 2022 അത് കഴിഞ്ഞുള്ള ക്വാർട്ടറിൽ 649 ഉയർത്തി. ജൂണിലെ ക്വാർട്ടർ 1 711 ശരിക്കും. അത് കഴിഞ്ഞിട്ട് ക്വാർട്ടർ 2 റിസൾട്ട് ക്വാർട്ടർ 3 വന്നപ്പോൾ 711 412 ഡൗൺ ആയിപ്പോയി. അതുപോലെ തന്നെ OPM പെർസെൻറ്റേജ് 18%, 17%, 18%. ഇത് 3 ക്വാർട്ടറിലും സക്സസീവ് ആയിട്ട് സ്റ്റേബിൾ ആയിരുന്നു. ആ OPM പെർസെൻറ്റേജ് ആണ് 11%ലേക്ക് താഴെ പോയത്. അത് കമ്പനിയുടെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റിനെ ബാധിച്ചു. 314, 351, 375 191 നേരെ താഴെ പോയി. ഹ്യൂജ്ലി ഡൗൺ ആയിപ്പോയി നെറ്റ് പ്രോഫിറ്റ്. ഏർണിങ്സ് പെർ ഷെയറും നാച്ചുറലി താഴെ പോകില്ല. 43 രൂപ എന്നുള്ളത് 48 51 51.86 ശരിക്കും. 51.86 നിന്നും നേരെ പകുതിയായിട്ട് മാറി ശരിക്കും. നാച്ചുറലി അത് സ്റ്റോക്കിന്റെ പെർഫോമൻസിനെ, ഫണ്ട് വാല്യൂ ഷേക്ക് വന്നാൽ സ്റ്റോക്കിന്റെ പെർഫോമൻസിനെ ബാധിക്കാനുള്ള സാധ്യത 99% ബാധിക്കും ശരിക്കും. യുഫ്ലെക്സിന്റെ പ്രൈസ് മൂവ് ഡൗൺ നോക്ക്. Q1 റിസൾട്ട് ബെസ്റ്റ് ആയതുകൊണ്ടാണ് സ്റ്റോക്ക് 811 റുപ്പീസ് ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിൽ ഹിറ്റ് ചെയ്തത് ശരിക്കും. 811 ആക്ച്വലി. അവിടെ നിന്നും Q2 റിസൾട്ട് Q3 വന്നപ്പോഴത്തേക്കും, ദാറ്റ് മീൻസ് Q2 മീൻസ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ പെർഫോമൻസ് റിസൾട്ട് Q3 വന്നപ്പോഴത്തേക്കും 811 ഇന്ന് 530 ആയിട്ട് താഴെ പോയി സ്റ്റോക്ക്. ഈ കഴിഞ്ഞ ഡിസംബർ 23. ഇത് മാത്രം ആ ഫണ്ടേലുള്ള ഷേക്ക് സ്റ്റോക്കിന്റെ ബേസിക് ആയിട്ടുള്ള പ്രൈസിനെ കൊളാപ്സ് ചെയ്യുന്നുള്ളതിന്റെ ക്രിട്ടിക്കൽ വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണിത്. അടുത്ത കമ്പനിയാണ് രാജ് രത്തൻ ഗ്ലോബൽ വയർ ലിമിറ്റഡ് എന്ന കമ്പനി. 1989 എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ്. ആൻഡ് ദേ ആർ മാനുഫാക്ചറിംഗ് ബീഡ് വയർ, ഹൈ കാർബൺ സ്റ്റീൽ വയർ. മനസ്സിലായി, പല ടൈപ്പ് ഓഫ് ഈ ടയറിന് ഉപയോഗിക്കുന്ന സ്റ്റീൽ റേഡിയൽസിന് ഉപയോഗിക്കുന്ന ടയറിന്റെ പല റോ മെറ്റീരിയലും ഇവരാണ് ഉണ്ടാക്കുന്നതും അക്രോസ് വേൾഡ് സപ്ലൈ ചെയ്യുന്നതും. ഓട്ടോമൊബൈലിൽ ഇവർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് മൾട്ടി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്നതും മാർക്കറ്റിംഗ് ചെയ്യുന്നതും. അതിന്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം നമുക്ക്.
മാർക്കറ്റ് ക്യാപ്പ് അഗെയിൻ 4307 കോടി രൂപ. സ്റ്റോക്കിന്റെ പി 33.7 ആണ്. ഇൻഡസ്ട്രി പീസ് 18.6. ഇൻഡസ്ട്രി ആയിട്ട് നോക്കാൻ നേരത്ത് സ്റ്റോക്ക് പീസ് ഓവർ വാല്യൂഡ് ആണ് ശരിക്കും. ROC is 39.7, ROE is 43.8. രണ്ടും എക്സലന്റ് ഫിഗേഴ്സ് ആണ്. ഡെപ്റ്റ് എന്ന് പറയുന്നത് ക്ലോസ് ടു 200 ക്രോസേ ഉള്ളൂ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് വെരി ഹെൽത്തി ആണ്, 0.52 ഉള്ളൂ. അപ് ടു 1 വരെ ഇറ്റ് ഈസ് വെരി ഹെൽത്തി ആൻഡ് എക്സലന്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ്. ഈ കമ്പനിക്ക് എന്താ സംഭവിച്ചത്? ക്വാർട്ടർ റിസൾട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഡിസംബർ 2021 47 കോടി, മാർച്ചിൽ വന്നപ്പോൾ 48 കോടിയായി, ജൂണിൽ വന്നപ്പോൾ 53 ക്രോസ് ആയി. സെപ്റ്റംബർ റിസൾട്ട് വന്നപ്പോൾ ദാറ്റ് മീൻസ് Q2 റിസൾട്ട് Q3 വന്നപ്പോൾ 38 കോടിയായിട്ട് കൊളാപ്സ് ആയി. ആൻഡ് OPM പെർസെൻറ്റേജ് നോക്ക്, 21%, 19%, 21% സ്റ്റേബിൾ ആണ്. അവിടെ നിന്നും നേരെ താഴെ പോയി 70%ലേക്ക് താഴെ പോയി. ഇത് നെറ്റ് പ്രോഫിറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 33 കോടി, 37 കോടി, 35 കോടി. ഇത് 35 കോടിയാ കാര്യം എന്ന് വെച്ചാൽ ടാക്സ് റേറ്റ് കൂടിയുകൊണ്ടാണ്. സോ ഇറ്റ് ഇസ് എ ഹെൽത്തി സൈൻ ആണ്. 18% നിന്നും 8% നിന്നും ടാക്സ് റേറ്റ് 24%ലേക്ക് അഡ്ജസ്റ്റ്മെന്റ് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റിനെ ചെറുതായിട്ട് ബാധിച്ചു. ബട്ട് ദാറ്റ് ഇസ് എ ഹെൽത്തി സൈൻ. അവിടെ നിന്നും നേരെ 23 ക്രോസിലേക്ക് 1% ടാക്സ് വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷേ നെറ്റ് പ്രോഫിറ്റ് 35 കോടി 23 കോടി 23 കോടിയായിട്ട് കൊളാപ്സ് ആയി. അത് EPS വ്യത്യാസം വന്നു. 6.45, 7.29, 6.8 4.59 വന്നു ശരിക്കും. സ്റ്റോക്ക് ഓൾറെഡി ഓവർ വാല്യൂഡ് ആണ് ബാക്കിയുള്ള ഫണ്ട് വെച്ച്. അക്കൂട്ടത്തില് സ്റ്റോക്കിന്റെ പെർഫോമൻസ് കൂടെ ഡൗൺ ആയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. കഴിഞ്ഞ Q1 റിസൾട്ട് ബെസ്റ്റ് റിസൾട്ട് ആയിരുന്നു. അത് വന്ന ക്വാർട്ടർ 2 കമ്പനി 1409.90 ഹിറ്റ് ചെയ്തു. നിങ്ങൾ ഓർക്കണം, Q1 റിസൾട്ട് വന്ന Q2 ഈ കമ്പനി തന്ന റിട്ടേൺ ഈസ് മോർ ദാൻ 78% ആണ് 2 മാസം കൊണ്ട്. അങ്ങനെയാണ് 1409.90 ഹിറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നും സ്റ്റോക്ക് നേരെ താഴെ പോയി കറക്ഷന് പോയിട്ട് 774 ഹിറ്റ് ചെയ്തു. 4 മാസത്തിനും 1409.90 കിടന്ന സ്റ്റോക്ക് 774 ഹിറ്റ് ചെയ്തു. കാര്യം എന്താ? Q1 റിസൾട്ട് വന്ന Q2 വാസ് ഫെന്റാസ്റ്റിക്. പക്ഷെ Q2 റിസൾട്ട് വന്ന Q3 റിസൾട്ട് Q2 ഭയങ്കരമായിട്ട് മോശമായി പോയി. നാച്ചുറലി സ്റ്റോക്ക് കൊളാപ്സ് ആയി എന്ന് വേണം പറയാം. അടുത്ത കമ്പനി GNFC. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കമ്പനിയാണ് GNFC. നിങ്ങൾ ഇഷ്ടംപോലെ കേട്ട് കാണും GNFC അല്ലെ. ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയാണത് ശരിക്കും. GNFC എന്ന് പറയുന്നത് ഗുജറാത്ത് സ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെയും ഗവൺമെന്റ് ഓഫ് ഗുജറാത്തിന്റെയും അതുപോലെ തന്നെ GSFC ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ കെമിക്കൽസിന്റെയും കൂടെ നല്ലൊരു ജോയിന്റ് വെഞ്ചർ ആണ് ശരിക്കും. 1976 ഈ കമ്പനി സെറ്റപ്പ് ആയി ശരിക്കും. കമ്പനി ഓപ്പറേറ്റ്സ് ഓൺ ബേസിക്കലി ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ആണ്, ഫെർട്ടിലൈസർ ആണ് അവരുടെ മെയിൻ പ്രൊഡക്ട്സ് ശരിക്കും. ഈ കമ്പനിയുടെ പെർഫോമൻസ് നോക്കാം. ബേസിക് ഫണ്ടാണ്, ക്ലോസ് ടു 9,000 ക്രോസ് ആണ് മാർക്കറ്റ് ക്യാപ്പ്. സ്റ്റോക്ക് പി 4.48 ഉള്ളൂ. ഇൻഡസ്ട്രി പി 14.7, അണ്ടർ വാല്യൂഡ് ആണ് അങ്ങനെ നോക്കുമ്പോൾ. ബുക്ക് വാല്യൂ 546, കറന്റ് പ്രൈസ് 576, ഈക്വൽ വാല്യൂഡ് ആണ് ശരിക്കും. ആൻഡ് PEG റേഷ്യോസ് 0.11. ഇഷ്ടംപോലെ ഗ്രോത്ത് ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കമ്പനിയാണിത് ശരിക്കും. കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0. കടമയില്ലാത്ത കമ്പനിയാണ്. കടമില്ലാത്ത കമ്പനി വരുമ്പം നെറ്റ് പ്രോഫിറ്റ് ഇന്ന് ഇൻട്രസ്റ്റിന് വേണ്ടി 5 പൈസ മുടക്കേണ്ട കാര്യം വരുന്നില്ല ശരിക്കും. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആകെ 8 കോടിയുള്ളൂ. 8 കോടി ഈസ് നത്തിങ് അല്ലെ ശരിക്കും കമ്പനിയെ സംബന്ധിച്ച്. പിന്നെന്താണ് ഈ കമ്പനിക്ക് സംഭവിച്ചത്? കമ്പനിയുടെ ക്വാർട്ടർ റിസൾട്ട് ആണ്. ഡിസംബർ 2021 674, മാർച്ച് 2022 നെക്സ്റ്റ് ക്വാർട്ടറിൽ 886, ജൂൺ 2022 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒരു ചെറുതായിട്ട് ഡിപ്പായി 762 വന്നു ശരിക്കും. അതിന് ശേഷമുള്ള സെപ്റ്റംബറിൽ ലിറ്ററലി കൊളാപ്സ്ഡ് ആയി 350 കോടിയിലേക്ക്. പെർഫോമൻസ് നേരെ താഴെപ്പോയി. 309 CR ഉണ്ടായിരുന്നുള്ളൂ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ദാറ്റ് മീൻസ് OPM പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 28% നിന്ന് 32% ആയി, 32 നിന്ന് വീണ്ടും 28 ആയി, 28 നിന്ന് നേരെ 12%ലേക്ക് താഴെപ്പോയി. ഹ്യൂജ്ലി കൊളാപ്സ്ഡ് ആണ്. നമ്മൾ Y നോക്കാൻ നേരത്ത് കഴിഞ്ഞ 2021 സെപ്റ്റംബറിൽ ഈ കമ്പനിക്ക് 431 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതാണ് 350 കോടിയായിട്ട് കുറഞ്ഞത്. അന്ന് 21% OPM പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ 12% ആയിട്ട് മാറി ശരിക്കും. അത് നാച്ചുറലി നെറ്റ് പ്രോഫിറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് നോക്കാം. ഡിസംബറിൽ 644, 871, 761. അവിടെ നിന്ന് ഹ്യൂജ്ലി ഫാൾ ഡൗൺ ആണ് സംഭവിച്ചത്. 316 കോടി എന്ന് പറയുന്നത് ശരിയല്ലേ. അത് നാച്ചുറലി EPS ബാധിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 2021 എർണിങ്സ് പെർ ഷെയർ 18 രൂപ 16 പൈസയായിരുന്നത് നേരെ 15 രൂപ 25 പൈസയ്ക്ക് കൊളാപ്സ് ആയി ശരിക്കും. 18 രൂപ 34ആയി, 41ആയി, വീണ്ടും 36ആയി. അവിടുന്നാണ് 15 രൂപയിലേക്ക് കൊളാപ്സ് ആയത്. പ്രൈസ് 8 on top പെർഫോമൻസ് തന്ന റേഞ്ചിൽ നിന്നും ദാറ്റ് മീൻസ് 798 ആണ് ഹിറ്റ് ചെയ്ത പെർഫോമൻസ് ബെസ്റ്റ് ആയിട്ടുള്ള ക്വാർട്ടർ
റിസൾട്ടിൽ അവിടെ നിന്നും കമ്പനി 516 താഴെ പോയി. അടുത്ത കമ്പനി സവിത ഓയിൽ ടെക്നോളജി എന്നുള്ളതാണ്. 1961 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യാലിറ്റി പെട്രോളിയം പ്രൊഡക്ട്സ് ആണ് ഈ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ ഓയിൽസ്, വൈറ്റ് ഓയിൽസ് ഒക്കെയാണ് ഇവരുടെ മെയിൻ പ്രൊഡക്ട്സ്. ശരിക്കും ഇവരുടെ പെർഫോമൻസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. 2000 കോടിയാണ് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്. സ്റ്റോക്ക് പി 7.72 ആണ്. ഇൻഡസ്ട്രി പി 8.37, അണ്ടർ വാല്യൂഡ് ആണ്. പി ജി റേഷ്യോ 0.36 ഉള്ളൂ. ഹ്യൂജ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ മുമ്പിൽ കിടപ്പുണ്ട്. ഡെപ്റ്റ് എന്ന് പറയുന്നത് 0.13, നെഗ്ലിജിബിൾ ആണ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി സീറോ എന്ന് വേണം പറയാം. എക്സലന്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 29.4, ROE is 20.8. ബുക്ക് വാല്യൂ 202. ബുക്ക് വാല്യൂന്റെ ജസ്റ്റ് 1.5x ഉള്ളൂ കറന്റ് പ്രൈസ് എന്ന് പറയുന്നത്. സോ എല്ലാ രീതിയിലും എന്താ പറയണ്ടേ, കമ്പനിക്ക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമ്മൾ ബേസിക് ഫണ്ട് വെച്ച് നമുക്ക് വിചാരിക്കാം. ഇനി പെർഫോമൻസിലേക്ക് പോകാം. ഡിസംബർ 2021 72 കോടി, അടുത്ത ക്വാർട്ടറിൽ 89 ക്രോസ്, അടുത്ത ക്വാർട്ടറിൽ 127 ക്രോസ്, അടുത്ത ക്വാർട്ടറിൽ താഴെ പോയി 95 കോടി. Now you see the OPM percentage 10%, 11%, 15% വീണ്ടും ലെവലിലേക്ക് താന്നു. അതാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ട്രാൻസ്ലേറ്റ് ആയിട്ട് വന്നത്. 57 കോടിയിൽ നിന്ന് 60 കോടി, 60 നിന്ന് 88 കോടി, 88 കോടിയിൽ നിന്ന് വീണ്ടും 68 കോടിയിലേക്ക് താന്നു. ശരിക്കും മനസ്സിലായി? ക്വാർട്ടർ ടു ക്വാർട്ടർ ഹ്യൂജ് ഡിഫറൻസ് വന്നത്. ശരിക്കും 88 നിന്ന് 68 വന്നപ്പോൾ എന്താ സംഭവിച്ചത്? എണിസ് പെർ ഷെയർ 12 രൂപ 70 പൈസയിൽ നിന്നും 9 രൂപ 81 പൈസയായിട്ട് പെർഫോമൻസ് ഡൗൺ ആയിപ്പോയി. നൗ അത് ബെസ്റ്റ് പെർഫോമൻസ് എന്ന Q1 റിസൾട്ട് വന്ന Q2 412 രൂപ 80 പൈസ ഹിറ്റ് ചെയ്തു. ശരിക്കും സ്റ്റോക്ക് സ്പ്ലിറ്റിന് പോയിരുന്ന ആ സമയത്ത് ആ 412.80 നിന്നും റിസൾട്ട് മോശം, ലേറ്റസ്റ്റ് റിസൾട്ട് മോശമായതുകൊണ്ട് 278 രൂപ 80 പൈസയിലേക്ക് സ്റ്റോക്ക് കൊളാപ്സ് ആയി. ശരിക്കും അടുത്ത കമ്പനിയാണ് നവനീത് എഡ്യൂക്കേഷൻ ലിമിറ്റഡ്. ബേസിക്കലി ദേ ആർ ഇൻടു മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് ഓഫ് എഡ്യൂക്കേഷൻ ബുക്സ്, റെഫറൻസ് ബുക്കുകൾ, ടെക്നിക്കൽ ആൻഡ് അതർ പ്രൊഫഷണൽ ബുക്കുകൾ പേപ്പർ ഫോമിലാണ്. അതുപോലെ ലേണിംഗ് ഫോമിലുണ്ട്. ശരിക്കും പിന്നെ ബാക്കിയുള്ള സ്റ്റേഷനറി പ്രൊഡക്ട്സ് ഒക്കെ മാനുഫാക്ചർ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയാണ് നവനീത് എന്ന് പറയുന്ന കമ്പനി. ബേസിക് ഫണ്ട് നോക്ക്, ഏകദേശം 2700 കോടിയോളം മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. സ്റ്റോക്ക് പി 14.7 ആണ്. ഇൻഡസ്ട്രി പി 15.4, അണ്ടർ വാല്യൂവേഷൻ കാണാൻ പറ്റും. പി ജി റേഷ്യോ മൈനസ് ആണ്. മൈനസ് പി ജി റേഷ്യോ വരുമ്പോൾ ദർ ഇസ് എ റെഡ് ഫ്ലാഗ് ആണ്. ശരിക്കും നമ്മൾ അതിനെ ഒന്ന് കെയർഫുൾ ആണ്. ശരിക്കും എനിവേ ROC is 11.2 ഉള്ളൂ ആൻഡ് ROE 7.93. ബേസിക്കലി നമ്മൾ ROEയും ROCയും ഞാൻ വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഒരു 17%, 18% ഒരു യാഡ്സ്റ്റിക്ക് വെച്ചാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫ്ലേഷൻ വന്നിട്ട് 78% ആണ്. 10% റിസ്ക്കും കൂടെ ആഡ് ചെയ്യുമ്പം ഇറ്റ് വിൽ ബിക്കം 17 to 18%. സോ അതുമായിട്ട് നോക്കുമ്പം താഴെയാണ്. ശരിക്കും പ്രൊമോട്ടർ ഹോൾഡിംഗ് ഹ്യൂജ് ആണ്. 63.3% ആണ് പ്രൊമോട്ടർ ഹോൾഡിംഗ്. ബുക്ക് വാല്യൂ 48 ഉണ്ട്. കറന്റ് പ്രൈസ് 119 ആണ്. ബുക്ക് വാല്യൂന്റെ ഓൾമോസ്റ്റ് 0.7x ആണ് കറന്റ് പ്രൈസ് വന്നിരിക്കുന്നത്. ഡെപ്റ്റ് ഈസ് നത്തിങ്, 57.6% ഉള്ളൂ. ദാറ്റ് മീൻസ് നെഗ്ലിജിബിൾ ആണ്. 0.05 ഉള്ളൂ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. എൻ്റെ പെർഫോമൻസ് നോക്കും. കഴിഞ്ഞ ഡിസംബറിലെ പെർഫോമൻസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 13.92 ക്രോസ്. അത് മാർച്ച് വന്നപ്പോൾ 62.85 ക്രോസ് ആയി. കാര്യം എല്ലാ സ്കൂൾസും കോളേജും ഒക്കെ ഓപ്പൺ ചെയ്ത ടൈമാണ്. ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് കോവിഡ് കഴിഞ്ഞ് ഫുൾ ഫംഗ്ഷന് വന്ന ടൈമാണ്. അത് ജൂൺ വന്നപ്പോഴേക്കും Q1 വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് 3 times ആയി, 3x പെർഫോമൻസ് ആണ്. ശരിക്കും അതിനുശേഷമുള്ള സെപ്റ്റംബറിൽ ഹ്യൂജ്ലി കൊളാപ്സ്ഡ്. 195 നിന്ന് 22 കോടിയിലേക്ക് ഹ്യൂജ്ലി കൊളാപ്സ്. OPM പെർസെൻറ്റേജ് 5.97, 19.51 ആയി, 28.15 ആയി, വീണ്ടും കൊളാപ്സ് ആയി, 6.81 ആയി. ശരിക്കും നൗ ഇതിൻ്റെ അതിൽ രസം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബർ 2021 ഇയർ ഓൺ ഇയർ നോക്കാൻ നേരത്ത് OPM പെർസെൻറ്റേജ് 7.51 ഉണ്ട്. അതാണ് വീണ്ടും കൊളാപ്സ് ആയി 6.81 ആയത്. സോ YOY OPM ഡൗൺ ആൻഡ് സ്വീക്വൻഷ്യൽ 28.15 എന്ന് വീണ്ടും 6.81 ആയിട്ട് അതും ഡൗൺ. രണ്ട് സൈഡിൽ, ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് ഡൗൺ, ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് ഡൗൺ. ശരിക്കും ഇനി നാച്ചുറലി നെറ്റ് പ്രോഫിറ്റ് നോക്കേണ്ട കാര്യമില്ല. എന്നിട്ട് പോലും ഈ കമ്പനി മറ്റുള്ള കമ്പനിയുടെ കൊളാപ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിവരെ പിടിച്ചു വന്നു. ശരിക്കും 151 രൂപയിൽ നിന്ന് 115 രൂപ റേഞ്ചിലേ പോയിട്ടുള്ളൂ. ശരിക്കും ഹ്യൂജ് ആയിട്ടുള്ള EPS ഡ്രോപ്പ് വന്നിട്ട് പോലും കമ്പനി 40 രൂപയുടെ ഒരു എന്താ ഡിപ്പേ പ്രൈസിൽ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ തന്നെ എടുത്തു പറയുന്നു, ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഈ വീഡിയോ നിങ്ങൾക്കൊരു ലേണിംഗ് ഇൻപുട്ടായിട്ട് എടുക്കാൻ സാധിക്കും.
ഫണ്ട അനാലിസിസ് അല്ലെങ്കിൽ ക്വാർട്ടർലി അനാലിസിസ് സ്റ്റോക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയും പിന്നോട്ടുള്ള പ്രയാണത്തിലും എങ്ങനെയാണ് ബാധിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൈനിങ് ഓഫ്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.